പ്രായം കൂടുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കില്ല അല്ലെ? പക്ഷെ പ്രായം കൂടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു വീക്ക്നെസ് ഒരു പരിധി വരെ നമ്മുടെ കൈകളിലുള്ള ഒരു കാര്യമാണ്. ഏജിങ് കൂടുന്ന സമയത്ത് പല ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ശരീരം നന്നായിട്ട് തളർന്നു വരുന്നത് പോലെ, ഫ്ലെക്സിബിലിറ്റി നന്നായിട്ട് കുറയുക, മസിൽസിന്റെ സ്ട്രെങ്ത് നന്നായിട്ട് കുറയുക, ഇങ്ങനെ പറയുന്ന കുറെ ആളുകളുണ്ട്. പക്ഷെ അതേ പ്രായത്തിൽ തന്നെ വളരെയധികം ആക്റ്റീവായിട്ടും സ്ട്രോങ് ആയിട്ടും ചെറുപ്പക്കാരെ പോലെ വളരെയധികം എനർജറ്റിക് ആയിട്ട് നടക്കുന്ന കുറെ ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ ഒരു രഹസ്യം എന്താണെന്ന് അറിയോ? നിങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ ഈ പറയുന്ന എക്സസൈസുകൾ കുറച്ച് സമയം മാത്രം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനെ നന്നായിട്ട് ആക്റ്റീവ് ആക്കി വെക്കാനും അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി നന്നായിട്ട് കൂട്ടാനും പ്രായം കൂടുന്ന സമയത്ത് നമ്മുടെ ഫിസിക്കൽ വീക്ക്നെസ്സിനെ തടയാനും വളരെയധികം സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടിയാണ്. അപ്പൊ എന്തൊക്കെയാണ് എക്സസൈസ്, എങ്ങനെയൊക്കെയാണ് ചെയ്യുക, എത്ര വട്ടം ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറയുന്നുണ്ട്. വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോയിലേക്ക് അപ്പൊ ഞാനിവിടെ ഒരു 5 സെറ്റ് എക്സസൈസ് പറയുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ ഒരു സെറ്റ് എക്സസൈസ് നോക്കുകയാണെങ്കിൽ എന്റെ ഒട്ടുമിക്ക വീഡിയോസിലും ഞാൻ പല വീഡിയോസിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു എക്സസൈസും കൂടിയാണ്. അപ്പൊ ഈ ഒരു എക്സസൈസിന്റെ പ്രത്യേകത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നടക്കാനും ഇരിക്കാനും അതുപോലെ തന്നെ സ്റ്റെയർ കോഴ്സ് ഒക്കെ കയറുന്ന സമയത്ത് നമ്മുടെ കാലുകളെയൊക്കെ മസിൽസിന് സപ്പോർട്ട് ചെയ്യുന്ന ക്വാഡ്രിസെപ്സ് മസിൽസും ഹാംസ്ട്രിങ് മസിൽസിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സസൈസും കൂടിയാണ് സ്ക്വാട്സ്. ഈ സ്ക്വാട്സ് എന്ന് പറയുന്നത് നമ്മുടെ കാലുകൾ മാത്രമല്ല കേട്ടോ സപ്പോർട്ട് ചെയ്യുന്നത്, നമ്മുടെ ബാക്ക് മസിൽസിനെയും അതുപോലെ തന്നെ കോറിനെയും ഇത് കുറച്ചൊന്ന് സ്ട്രോങ് ആക്കുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ അറിയായിരിക്കും, പക്ഷെ ഞാനിവിടെ പറയുന്നുണ്ട്. എങ്ങനെ ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരെ നിവർന്ന് കാലിന്റെ പാദങ്ങൾ നിലത്ത് വെച്ചിട്ട് നിവർന്ന് നിൽക്കുക. നിവർന്ന് നിന്നതിന് ശേഷം നമ്മുടെ 2 കൈകളും മുന്നോട്ടേക്ക് നീക്കിയിട്ട് പതുക്കെ നമ്മൾ ബെൻഡ് ചെയ്ത് കൊടുക്കുക. വളരെ പതുക്കെ നമ്മൾ ബെൻഡ് ചെയ്ത് കൊടുക്കുക. ബെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാക്ക് മസിൽ കുറച്ചൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കണം നിൽക്കേണ്ടത്. ബെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ബ്രീത്തിങ്ങിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാം. മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക, താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ പൊന്തുന്ന സമയത്ത് പുറത്തേക്ക് ശ്വാസം വിടുക. ഇങ്ങനെ നിങ്ങൾ വളരെ പതുക്കെ ചെയ്യാനായിട്ട് നോക്കുക. ഒരു 10 കൗണ്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക ഒരു സെറ്റിൽ. അങ്ങനെ നിങ്ങൾ 2 സെറ്റ് 20 വട്ടമായിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാനും കൂടി നോക്കുക. ഇനി കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഈ മുട്ടില് വേദനയുണ്ട്, ബാക്കിലൊക്കെ വേദനയുള്ളവർക്ക് കുറച്ചും കൂടി ഒന്ന് സിമ്പിൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചെയർ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതിനായിട്ട് ഇതേപോലെ നിങ്ങളൊരു ചെയർ ഇങ്ങനെ വെച്ചതിന് ശേഷം പതുക്കെ നിങ്ങൾ അതിൽ ഇരിക്കുക. എന്നിട്ട് പതുക്കെ നിങ്ങൾ പൊന്തുക. പതുക്കെ ഇരിക്കുക, പതുക്കെ പൊന്തുക. എഗെയിൻ നിങ്ങൾ ബ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കുക. കുറച്ചും കൂടി ഏജ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഫാസ്റ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഫാസ്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ട വളരെ പതുക്കെ നിങ്ങൾക്ക് ചെയ്താൽ മതി. നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നത് കൂടിയാണ്. ഇനി രണ്ടാമത്തെ ഒരു എക്സസൈസ് ആണ് നമ്മുടെ കോർ മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ പോസ്റ്ററിനെ കുറച്ചൊന്ന് ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കാനും ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അതിനൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ക്രഞ്ചസ്. ഇതെങ്ങനെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിലത്ത് നമ്മൾ നിവർന്ന് കിടക്കുക. നിവർന്ന് കിടന്നതിന് ശേഷം പതുക്കെ നമ്മുടെ മുട്ടുകൾ ഇതേപോലെ താഴത്തേക്ക് നമ്മുടെ പാദങ്ങൾ വെച്ചിട്ട് മുട്ടിങ്ങനെ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തിട്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മുടെ വയറില്ലേ, വയറ് നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രഷർ ചെയ്ത് കൊടുക്കുക. എത്രത്തോളം നിങ്ങൾ ഉള്ളിലേക്ക് പ്രഷർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നോ, കാരണം ഇവിടെയൊക്കെ കോറിനെയാണ് കുറച്ചും കൂടി ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് വയറ് കുറച്ച് ഉള്ളിലേക്ക് നമ്മൾ പ്രഷർ കൊടുക്കുക. എത്രത്തോളം പറ്റുന്നോ അത്രത്തോളം നിങ്ങൾ ഉള്ളിലേക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കുക. ശേഷം നമ്മുടെ തല മുകളിലേക്ക് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. എത്രത്തോളം മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് ബാക്ക് ടു നമ്മുടെ നോർമൽ പൊസിഷനിലേക്ക് വരുമ്പോൾ ശ്വാസം നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ വിടാനായിട്ടും കൂടി നോക്കുക. വീണ്ടും മുകളിലേക്ക് ബെൻഡ് ചെയ്യുക, താഴത്തേക്ക് നോർമൽ പൊസിഷനിലേക്ക് വരിക. ഇങ്ങനെ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ഇനിയിപ്പോ നിങ്ങൾക്ക് കഴുത്തിൽ എന്തെങ്കിലും വേദന പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ 2 കൈകളും പിന്നിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതും കൂടിയാണ്, കഴുത്തിന് ഒരു സപ്പോർട്ട് കൊടുത്തിട്ട്. നിങ്ങൾ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ കോറിനെയാണ്. നമ്മൾ വയറിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കുക. പ്രഷർ കുറച്ച് ഉള്ളിലേക്ക് കൊടുത്തിട്ട് വയറ് കുറച്ചൊന്ന് ഉള്ളിലേക്ക് ബെൻഡ് ചെയ്ത് വെക്കാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. എത്ര വട്ടം ചെയ്യണം എന്ന് നോക്കി കഴിഞ്ഞാൽ 10 കൗണ്ട് ഒരു സെക്ഷനിൽ ചെയ്യുക. അങ്ങനെ നിങ്ങൾ 20 കൗണ്ട് 2 സെക്ഷനായിട്ട് റിപ്പീറ്റ് ചെയ്യാനായിട്ട് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തതാണ് ലഞ്ചസ്. ഈ ലഞ്ചസിന്റെ സ്ക്വാഡ്സിന്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, നമ്മുടെ കാലുകളുടെ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും കേട്ടോ. പക്ഷെ നമ്മുടെ കാലിന്റെ സ്ട്രെങ്ത്തിന് മാത്രമല്ല, നമ്മുടെ അബ്ഡമൻ മസിൽസ്, വയറിന്റെ ഇവിടുത്തെ മസിൽസിന്റെയും ബാക്ക് മസിൽസിന്റെയും കുറച്ചൊന്ന് സ്ട്രെങ്ത് കൂട്ടാനും ഇത് സഹായിക്കും. റെഗുലർ ആയിട്ട് നിത്യമായിട്ട് ലഞ്ചസ് ചെയ്തു വരുന്ന ഒരു വ്യക്തിയുടെ മുട്ടിലെ വേദന, ഹിപ്പിലെ വേദന അതിനെ നന്നായിട്ട് കുറയ്ക്കുന്നതിനും ബോണിന്റെ ഡെൻസിറ്റി നന്നായിട്ട് കൂട്ടാനും സഹായിക്കുന്ന പലതരം സ്റ്റഡീസും പറയുന്ന ഒരു കാര്യം കൂടിയാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഉണ്ടല്ലോ ഒരു ചെയർ ഇടുക. ഈ ചെയർ ഇട്ടിട്ട് ചെയർ നമ്മൾ സപ്പോർട്ട് കൊടുക്കാനാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് പിന്നിലേക്ക്, ചെയറിന്റെ പിന്നിലേക്ക് നന്നതിന് ശേഷം നമ്മുടെ കൈകൾ രണ്ടും ചെയറിൽ ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കുക. ശേഷം നമ്മുടെ ഒരു കാല്
പിന്നോട്ടേക്ക് ഇങ്ങനെ വലിക്കുക. പിന്നോട്ടേക്ക് വലിച്ച കാലിന് മറ്റേ കാല് നമ്മളൊരു 90 ഡിഗ്രി ആംഗിളിൽ താഴത്തേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കുക. ശേഷം പതുക്കെ നിവരുക, പതുക്കെ ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ ഒരു കാലിൽ ഒരു 15 വട്ടം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാനും കൂടി നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് 15 വട്ടം പറ്റില്ലെങ്കിൽ ഒരു 10 വട്ടെങ്കിലും നിങ്ങൾ കൗണ്ട് റിപ്പീറ്റ് ചെയ്യാനായിട്ടും കൂടി നോക്കുക. ശേഷം നമ്മുടെ മറ്റേ കാലിൽ സെയിം, നിങ്ങൾ ഏത് കാലാണോ മടക്കിയത് ആ കാല് നിങ്ങൾ പിന്നിലോട്ട് വലിച്ചിട്ട് പിന്നിലോട്ട് വലിച്ച കാല് നിങ്ങൾ 90 ഡിഗ്രിയിൽ താഴത്തേക്ക് ഇങ്ങനെ ഇരിക്കാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. റിപ്പീറ്റ് ചെയ്യുക രണ്ട് കാലിലും. ഇപ്പൊ നിങ്ങൾക്ക് കാലിന് എന്തെങ്കിലും ആർത്രൈറ്റീസിന്റെ പ്രശ്നങ്ങളുണ്ട്, നീ ആർത്രൈറ്റീസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ 90 ഡിഗ്രിയിൽ നിങ്ങൾ ഫുള്ളായിട്ട് ബെൻഡ് ചെയ്യേണ്ട ഒരു 25 ഡിഗ്രിയിൽ നിങ്ങൾ ബെൻഡ് ചെയ്താൽ മതി. എത്രത്തോളം നിങ്ങൾക്ക് പറ്റുന്നു അത്രത്തോളം നിങ്ങൾ ബെൻഡ് ചെയ്ത് കൊടുക്കുക. പതുക്കെ പതുക്കെ നിങ്ങളുടെ സ്റ്റെബിലിറ്റി കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ കുറച്ചും കൂടി കൂടുതലായിട്ട് ബെൻഡ് ചെയ്യാനും കൂടി നോക്കുക. ഫാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട, പതുക്കെ നിങ്ങൾ ചെയ്താൽ മതി. ചെയ്യുന്ന സമയത്ത് ബ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്യാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നിത്യമായിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് 10 കൗണ്ടും പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 കൗണ്ടിലെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. പതുക്കെ പതുക്കെ ചെയ്യുക. കാലിന്റെ സ്ട്രെങ്ത് കൂട്ടാനായിട്ടുള്ള നല്ലൊരു എക്സസൈസ് ഇനിയാണ്. നമ്മുടെ അപ്പർ ബോഡി മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ്, നമ്മുടെ സ്ട്രെങ്ത്തിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആയിട്ട് നമുക്കിനെ കണക്കാക്കാൻ പറ്റും പുഷപ്പ്. ഈ ബിഗിനേഴ്സ് ആദ്യമായിട്ട് പുഷപ്പ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ എഗെയിൻ പല പല ആളുകൾക്ക് അറിയായിരിക്കും, പക്ഷെ അറിയാത്ത ആളുകളും ഉണ്ടായിരിക്കും. ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതേപോലെ നിവർന്ന് കിടന്നതിന് ശേഷം നമ്മുടെ രണ്ട് മുട്ടുകളും, കാലിന്റെ മുട്ടുകൾ ഇതേപോലെ നിലത്ത് വെക്കുക. ശേഷം നമ്മുടെ രണ്ട് കൈകൾ ഇതേപോലെ നിലത്ത് കുത്തിയതിന് ശേഷം നമ്മുടെ ചെസ്റ്റ്, നമ്മുടെ നെഞ്ചിന്റെ ഭാഗം പതുക്കെ നമ്മൾ താഴേക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുക. പതുക്കെ ചെയ്താൽ മതി, വലിയ ഹെർബറി ഒന്നും ഇല്ല. ശേഷം പതുക്കെ നമ്മൾ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുക. എന്നിട്ട് പതുക്കെ താഴത്തേക്ക് വീണ്ടും പുഷപ്പ് ചെയ്യുക, പുഷ് ചെയ്യുക, എന്നിട്ട് വീണ്ടും നമ്മൾ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നിങ്ങളൊരു 10 വട്ടം ആദ്യം റിപ്പീറ്റ് ചെയ്യുക. അത് ആദ്യം ഒരു 10 വട്ടം ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒരു 30 സെക്കൻഡ് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും നിങ്ങളൊരു 10 കൗണ്ട് റിപ്പീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ 2 സെക്ഷൻ 10 വീതം 10 വീതം 20 വട്ടം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി ഇപ്പൊ നിങ്ങൾക്ക് നെക്ക് ഷോൾഡറിൽ എന്തെങ്കിലും വേദന, കഴുത്തിന്റെ ഭാഗത്തൊക്കെ വേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വോൾ പുഷപ്പും ചെയ്യാം കേട്ടോ. വോൾ പുഷപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ചുമരിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് നിങ്ങൾ പിന്നോട്ടേക്ക് ഇങ്ങനെ നിൽക്കുക. ശേഷം നമ്മുടെ രണ്ട് കൈകൾ ചുമരിലേക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ നെഞ്ചിന്റെ ഭാഗം പതുക്കെ ഇതേപോലെ നിങ്ങൾ ചുമരിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോവുക. പതുക്കെ നിങ്ങൾ ബാക്ക് ടു നോർമൽ പൊസിഷൻ. വീണ്ടും നിങ്ങൾ ചുമരിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോവുക, ബാക്ക് ടു നോർമൽ പൊസിഷൻ. ഇതും നിങ്ങൾ ഒരു 10 കൗണ്ട് ആദ്യം ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് വീണ്ടും ഒരു 10 കൗണ്ട് റിപ്പീറ്റ് ചെയ്യാനായിട്ടും കൂടി നോക്കുക. ഇപ്പൊ നിങ്ങളുടെ സ്ട്രെങ്ത് നല്ല സ്ട്രെങ്ത് ആണ്, നിങ്ങൾക്ക് പുഷപ്പ് ചെയ്തിട്ട് ഹാബിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫുൾ ബോഡി പുഷപ്പ് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക, ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ. എഗെയിൻ ഇത് നിങ്ങൾ 10 കൗണ്ട് റിപ്പീറ്റ് ചെയ്യുക. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും 10 കൗണ്ട് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാവുന്ന കൂടിയാണ്. ഇനി അവസാനമായിട്ട് ഒരു എക്സസൈസും കൂടി ഞാനിവിടെ പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു എക്സസൈസ് നിങ്ങൾ ദിവസവും ഒരു 10 മുതൽ 20 വട്ടം നിങ്ങൾ, പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ 10 മുതൽ 20 വട്ടം നിങ്ങൾ ഡെയിലി ചെയ്തു വരികയാണെങ്കിൽ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ്, അതായത് നമ്മൾ നടക്കാൻ, ഇരിക്കാൻ, ഇരുന്നിങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്ത് കുറെ ആളുകൾക്ക് ഇങ്ങനെ കാലിന് വേദന അല്ലെങ്കിൽ ഒരു സപ്പോർട്ടൊക്കെ കൊടുക്കേണ്ടി വരും. അതിലൊക്കെ നന്നായിട്ട് പതുക്കെ പതുക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു എക്സസൈസും കൂടിയാണ് ഗ്ലൂട്ട് ബ്രിഡ്ജ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നിവർന്ന് കിടക്കുക കേട്ടോ. നേരെ നിവർന്ന് കിടന്നതിന് ശേഷം നമ്മുടെ രണ്ട് മുട്ടുകളും ഉണ്ടല്ലോ ഇതേപോലെ ബെൻഡ് ചെയ്ത് വെച്ചതിന് ശേഷം പതുക്കെ നമ്മുടെ രണ്ട് കൈകളും താഴത്തിങ്ങനെ റിലാക്സ് ചെയ്ത് വെക്കുക. ശേഷം പതുക്കെ നമ്മുടെ ബാക്ക് ഇങ്ങനെ പതുക്കെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. കുറച്ച് സെക്കൻഡ്, ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ശേഷം പതുക്കെ നിങ്ങൾ താഴത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരിക. വീണ്ടും ലിഫ്റ്റ് ചെയ്യുക, വീണ്ടും താഴത്തേക്ക് കൊണ്ടുവരിക. ഇത് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, താഴേക്ക് വരുന്ന സമയത്ത് ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് നിങ്ങളൊരു 10 മുതൽ 20 കൗണ്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് കൂടി നോക്കുക. എഗെയിൻ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റി നന്നായിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്യുന്നതിനും നമ്മുടെ ഫുൾ ബോഡിയിലത്തെ ഒരു സ്റ്റെബിലിറ്റി നന്നായിട്ട് കൂട്ടാനും സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും പറഞ്ഞിട്ടുള്ള എക്സസൈസുകളാണ് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി നന്നായിട്ട് കൂട്ടാനും മസിൽസിനെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കാനും ഡെയിലി ആക്ടിവിറ്റി വളരെ ഫ്രഷ് ആയിട്ട് ചെയ്യുന്നതിനും ഫിസിക്കൽ എന്തെങ്കിലും വീക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റാനും സഹായിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. എഗെയിൻ പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ പതുക്കെ പതുക്കെ നിങ്ങൾ ചെയ്യുക, കുറച്ച് സമയത്തൊക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പതുക്കെ പതുക്കെ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്റ്റെബിലിറ്റി കൂടി വരികയാണെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് നമ്പർ കൂട്ടിയിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യേണ്ടതാണ് വളരെയധികം ഇമ്പോർട്ടന്റ്. റിസൾട്ട് കിട്ടുന്നതും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ്. 2 ദിവസം ചെയ്തു 3 ദിവസം ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കണം. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.